എടാ വിജി, സീനുണ്ട്. അജി, ഞാൻ വല്ല തെറിയും പറയും കേട്ടോ, നീ കാര്യം പറഞ്ഞേ. എടാ നമ്മുടെ ചാണിയില്ലേ ഗിരീശൻ ചേട്ടൻ, നാട്ടിൽ അടിയിടിയായി നടന്ന പുള്ളിക്ക് എങ്ങനെ വട്ടായെന്നറിയോ? അവന്റെ പള്ളിക്കാരെ ചൊറിഞ്ഞിട്ട് ആ ജോയിച്ചിന്റെ ഭാര്യനെ സീനാക്കിയ അതല്ലേ? അത് നാട്ടിലെ കഥ. പിന്നെ യഥാർത്ഥത്തിൽ സംഭവം പ്രേമനൈരാശ്യം. നൈരാശ്യോ? എന്താ നീ ഒറ്റയ്ക്ക് വലിച്ച? എടാ എന്റെ പോക്കും അങ്ങോട്ടാണെന്ന് തോന്നുന്നു. കാവ്യയുടെ കാര്യത്തിരി സീരിയസാ. എന്ത് സീരിയസ് ആണെന്നൊന്നും തെളിച്ച് പറയണ്ട അജി, എന്നോടല്ലേ? അവൾ ഇനി അവിടെ നിർത്താൻ പറ്റില്ല. എന്താ? അവളുടെ വീട്ടുകാർക്ക് ഒരു ചോദിനോട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. ഓ, അതായത് ഞാൻ അവർക്ക് ഓക്കെ അല്ലെന്ന്. മഞ്ഞ ആയതുകൊണ്ട് വീട്ടിൽ മുരുകാച്ചി പോലും വെക്കാത്ത ടീമാ. അല്ല, അതുകൊണ്ട് അവളെ അവിടെ നിന്ന് ചാടിക്കണം. ചാടിക്കണമെന്നോ? എന്റെ അജി ആദ്യം തന്നെ കയറി ചാടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉപയോഗിച്ചൊന്ന് പ്രയോഗിച്ചു നോക്കാം. അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ നമുക്ക് സാവകാശം കിട്ടുമല്ലോ. അതൊക്കെ ഒരുപാട് നമ്മൾ കഴിഞ്ഞതാ. നീ ഒരു കാര്യം, എടാ നിങ്ങളൊരു 3-4 പ്രാവശ്യം സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ അടുത്ത് വീട്ടിൽ പറയാൻ പറ. 3-4 തവണയൊന്നുമില്ല, ഒരു ഒറ്റ തവണ. അണ്ണനാണ് സത്യം. ഞങ്ങൾ ഒന്ന് അവിടേക്ക് സോറി നീ ഒന്ന് വീട്ടിൽ പറയാൻ പറ. അതുകൊണ്ട് വേറെ ആരും സെറ്റ് ആവൂല ഇങ്ങനെയാണ് എന്നൊക്കെ അതൊക്കെ പറഞ്ഞതോ? പറഞ്ഞ എന്നിട്ട് അത് ഞാനും അയാളും തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ. അതാണോ? അതൊന്നും സാരമില്ല, അതൊന്ന് കുളിച്ചാ മാറിക്കോളൂ. വെറുതെ എന്തിനാ നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നേ? വാ എണീറ്റേ. കുളിച്ച സെക്സ് പോവോ? എന്ത് ഫാമിലിയാടാ? ആടാ, പക്ഷെ നായരാ, നീ എന്റെ കൂടെ നിക്കണം. നമുക്ക് അവളെ ചാടിക്കണം. എടാ പക്ഷെ ഒരു സാവകാശമൊക്കെ വേണ്ടേ? നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? ഞാൻ സംസാരിക്കണം കാവ്യ. ചേട്ടൻ വാ, നീ കല്യാണം നടത്തി തരാം. അണ്ണനെയും കൂടെ പോകാം. മക്കളേച്ചേ, കക്കൂസ് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ അണ്ണനും മക്കളും കൂടി കുറച്ച് ഊത്ത പിടിക്കാൻ നിൽക്കുക. എന്നാ പെണ്ണാ ആ ഗുണവധികാരൻ ചോദിക്കാൻ വന്നേക്കുന്നു. അണ്ണൻ എന്തോന്നും പറയാത്തത്? ഞാനെന്നാ പറയാനാ? അണ്ണനൊരു മുഴുവനായിട്ട് മാപ്പിളപ്പന്റെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ എന്നാണ് വെച്ചുകൂട്ടാനോട് പറഞ്ഞേ? കെട്ടിക്കോളാൻ പറഞ്ഞു. അത് അല്ല ഐടിക്ക് പഠിക്കുമ്പോ പഠിപ്പിക്കുന്ന ടീച്ചറെ കെട്ടണം ഇല്ല ചത്തകളെന്ന് പറഞ്ഞപ്പോ എന്നാണ് വെച്ചുകൂട്ടാനോട് പറഞ്ഞേ? കെട്ടിക്കോളാൻ. ഇതെല്ലാം കഴിഞ്ഞ് പഞ്ചായത്ത് പോലെ പിശാചി പോലിരിക്കുന്ന പെണ്ണുണ്ടല്ലോ, എന്താണ് പേര്? ആ രജനി. അവളെ കിട്ടിയിലേക്ക് നാട് വിട്ടു പോകുന്ന പറഞ്ഞപ്പോ എന്നാണ് വെച്ചുകൂട്ടാനോട് പറഞ്ഞേ? മക്ക കിട്ടി പഞ്ചടിക്കാതെ കൂടെ നിൽക്കുമെന്ന് പറ. അങ്ങനെ ആത്മാർത്ഥമുള്ള തന്നമാരെ ഞാൻ പോണേന്ന്. ഇവനെ ഒന്നോടെ 6ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കണമെന്ന് തോന്നുന്നു കേട്ടാ. അണ്ണൻ ഇത്ര നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അണ്ണൻ നിന്റെ കൂടെ ഉണ്ടെന്നാണ് കണ്ണൻ കുരി കേട്ടാ. ഇങ്ങോട്ട് എടുക്കേ, ലൈറ്ററല്ലേ? ഇങ്ങോട്ട് നിനക്ക് ഉണ്ടാക്കാനല്ല, മനുഷ്യരുടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. അവിടെ വീട്ടുകാരനാണ്. ആ വീട്ടുകാരെന്ന് പറയത്തില്ല, പെണ്ണൂടെ അടുത്ത് തന്നെ ഉള്ളതാ. വാരനാട്ടെ. അവിടെ അച്ഛന്റെ പേരെന്നാണ്? കാവ്യമാധവന്റെ അച്ഛന്റെ പേരെന്താടാ? അമ്മുവിന്റെ അച്ഛന്റെ പേര് അമ്മു. ഓ, അതാണപ്പൊ അമ്മു കളക്ഷൻസ്. കാമുക അവളെന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ കളിയാക്കണേ? നീ ചൂടാതിന്റെ മൂക്കി അഴിച്ചു പറ്റും കേട്ടാ. അവിടെ വീട്ടുപേര് പോട്ടെ, അവിടെ പേരെന്നാണ്? അവളുടെ പേരല്ലേ പറഞ്ഞത്? കാവ്യമാധവൻ. ഓ, കൈതക്കാട്ട മാധവൻ നായര്. അമ്മുവിന്റെ അച്ഛന്റെ പേര് കിട്ടി, മാധവൻ നായര്. അപ്പൊ നായരാണ്. അവള് നിന്നെ കണ്ട് ഇറങ്ങി വരുന്ന ഉറപ്പാണാ? ഉറപ്പ്. അവൾക്ക് ഞാൻ തന്നെ ജീവനാ, ശരിക്കും പറഞ്ഞ പ്രാണനാ, പക്ഷെ നായരാ. ശരി, നീ ഇതിനെ കൊണ്ട് വീട്ടിലോട്ട് പോ, നമുക്ക് രാത്രി ഇരിക്കാം. അയ്യോ, ഇതങ്ങനെ മാറ്റി വെക്കരുത്, സീരിയസ് ആണോ? എടാ പയങ്കിളി മാറാ, ഞാൻ ആലോചിക്കട്ടെ, പ്ലാൻ ചെയ്യട്ടെ. നടക്കാൻ പോകുന്നൊരു വിപ്ലവല്ലേ? ചലേ കൊണ്ടുപോടാ. 4 മണി വെളുപ്പിന് ഞാൻ
കൃത്യം നമ്മുടെ കല്യാണക്കാരുടെ അവിടെ എത്തും. നിങ്ങൾ ആ സമയം കാറിൽ പള്ളിക്കാലം ഉണ്ടാവണം. അതിന് കാറെന്ത് ചെയ്യും? കാറില്ലേ? നമ്മുടെ കാറിന്റെ ബാറ്ററി ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. ബ്രില്യൻ്റെ വണ്ടി സർവീസിന് ഏറ്റിക്കോ. ഞാൻ ചെളിയുടെ ഓട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബെസ്റ്റ്. സ്വന്തമായിട്ടൊരു വണ്ടി നോക്കാൻ അറിയാത്തവന്മാരാ കല്യാണം കഴിക്കാൻ പോണം. ഓട്ടോ ഓടിക്കുന്നവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. അവന്റെ എന്നിട്ട് ഈ ചെളിക്ക് ഇത് അറിയാവാ? അവൻ അറിയത്തൊന്നുമില്ലെന്ന്. ആ പിന്നെ വിജിക്കുട്ടാ, വെളുപ്പിന് തോമാച്ചൻ കള്ളും വണ്ടിയായിട്ട് വരുന്ന സമയം അവനൊന്നിച്ച് നമ്മളെ കാണണ്ട. വേണ്ട. 5 മണിക്ക് തിരുമേനി അമ്പലം തുറക്കുന്നതിന് മുമ്പ് പെങ്കൊച്ചിറങ്ങി വരണം. കല്യാണക്കാവലെന്ന് കൊച്ചിനെ ബുള്ളറ്റ് എടുത്തിക്കൊണ്ട് ഞാൻ പള്ളിക്കാവലെ വന്നോളാം. അമ്മയോട് ഇനി ഈ സമയത്ത് പറഞ്ഞ കലിപ്പാവണ. ആദ്യം നിന്നോടൊക്കെ ഒരു പെണ്ണിറങ്ങി വരുമെന്ന് നോക്കട്ടെ. മംഗളത്തിന് സന്തോഷമായിരിക്കും. അവൾക്കുള്ള സർപ്രൈസ് ആയത്, ആനിവേഴ്സറി ഗിഫ്റ്റ്. ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ട് എണ്ണം കുറെ കാലമായി. അവള് വരുമല്ലോ അല്ലേ? അണ്ണാ ഞങ്ങളുടെ റിയൽ ലവാ. സമയം പറഞ്ഞാൽ മതി, അവള് വരും. എടാ നീ അമ്പലത്തെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? സെറ്റ്. ആ അവിടുന്ന് 1/2 മണിക്കൂറുണ്ട് അമ്പലത്തിലോട്ട്. ഇത്ര സമയത്ത് തന്നെ അങ്ങ് എത്തണം. ചായത്തിലക്കാരൊക്കെ രാമൻ നോക്കിക്കോളൂ. പിന്നെ അവിടുത്തെ രജിസ്റ്ററിൽ ഇവന്റെ അവളുടെ ഒപ്പ് വീണ ഈ മാധവൻ, പിന്നെ നമുക്ക് മൈന. അത് കറക്റ്റ്. ആരാടാ ഈ പാതിരാത്രിയില്? ഇതൊരു പള്ളി കെട്ടി കേസുണ്ട് അണ്ണാ. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോൾ വരുന്നു. ഹലോ ഹലോ വിജി, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാതെ നീ ഈ കോൾ കട്ട് ചെയ്യരുത്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് വിജി. ഇനി നീ പറയുന്നത് കേൾക്കത്തോലും നിന്റെ കോളും ഞാൻ കട്ട് ചെയ്യും. നീ എന്നെ ഉണ്ടാക്കാനാ? നിനക്ക് പ്രാന്താടി പുല്ലേ. ഇതിനും മാത്രം എന്നോട് ചൂടാവാൻ ഞാൻ നിന്നോട് എന്താ ചെയ്ത്? എടി എടി നീ ഉണ്ടല്ലോ, നിന്റെ ഈ ആളെ പോങ്ങനാക്കുന്ന നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ റാണി. എടി 24 മണിക്കൂർ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനല്ലടി എനിക്ക് നേരം. കോപ്പേ കൊറേ ആയി നിന്നെ ഞാൻ സഹിക്കുന്നു. എനിക്ക് പറ്റത്തില്ല. ആ നിന്റെ ഇത് കുറച്ച് കാശ് ഞാൻ മേടിച്ചിട്ടുണ്ടാവും. ഞാൻ നാളെ മറ്റന്നാളെ വല്ലതും തിരിച്ചുകൊണ്ട് തന്നേക്കാം. അപ്പൊ നിനക്ക് എന്നെ മടുത്തോ? എടി ദേ, എൻ്റെ ഇഷ്ടത്തിന് മനസ്സിലായ റാണി നിനക്ക്. എൻ്റെ ഇഷ്ടത്തിനും രീതിക്കും നിനക്ക് നിൽക്കാമെങ്കിൽ പൊന്നെ മുത്ത കരളെ നമുക്ക് തുടരാം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടറിയില്ലേ. അവളുടെ ഒച്ച വയ്ക്കലെന്ന് പറയടാ. എന്റെ നല്ല കേട്ടേ അത് മതി. വേറെ കണ്ട് വെച്ച് കേൾക്കുന്നുണ്ടല്ലോ. അത് ജാണിയാ. ഇനി മേലാ നീ എന്നോട് മിണ്ടിപ്പോകരുത് കേട്ടാ. പറഞ്ഞ നിനക്ക് മനസ്സിലായ? മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത് കേട്ടാ. ഹലോ, എന്തുവാടി നിന്റെ നാക്കിറങ്ങിപ്പോയോ? ഹലോ റാണി, നീ ഇവിടുത്തെ ആളെ കളിയാക്കല്ലേ. ഞാൻ നിന്നോടായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഹലോ, നീയല്ലേ ഇപ്പൊ മിണ്ടരുതെന്ന് പറഞ്ഞേ? നിന്റെ പരിപാടി ഉണ്ടല്ലോ, നിന്റെ കോപ്പിലെ പരിപാടിയാണ്. നീ ഫോൺ വെച്ചിട്ട് പോടില്ലേ? നിന്റെ ആളെ കളിയാക്കുന്ന നിന്റെ പരിപാടി ഉണ്ടല്ലോ. നിനക്ക് ആള് മാറിപ്പോയി വേണ്ട. നീ വേറെ ആളോ? ഹലോ ഹലോ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പറയാവേ. ഹലോ 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 ഹലോ, എടി സംസാരിച്ചോണ്ടിരിക്കും നീ ഫോൺ കേട്ടാക്കോടി. നീയല്ലേ കട്ട് ചെയ്യാൻ പറഞ്ഞേ? നീ ഉണ്ടല്ല നീ. ഓക്കെ, ഇനി മുതൽ കേട്ടാ, ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം. മനസ്സിലായ? നീ ഫോൺ വെച്ചോ, എല്ലാം നിർത്താം. ബൈ. ഇനി മേലാ നീ എന്നെ വിളിച്ചേക്കരുത്. ഈ നിമിഷം മുതൽ റാണി നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബൈ. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. എന്നാ കഴിഞ്ഞു. എന്തേ? വിജീഷ്, നീ കണ്ടത് മാത്രമല്ല റാണി, നിനക്ക് എന്നെ ശരിക്കും അറിയില്ലടാ. എടി പോടീന്നായിന്റെ മോളെ പോ. നീ കണ്ടത് മനസ്സിലാക്കി ഒന്നുമല്ല ഞാൻ. മനസ്സിലായ നിനക്ക്? നീ വെച്ചിട്ട് പോടി അവിടുന്ന്. ഗുഡ് ബൈ. അപ്പൊ അതിനീ തേച്ചല്ലേ? ആ തേച്ച്. ആണുങ്ങളാവുമ്പോ അങ്ങനെ ചിലപ്പോ തേക്കും ചിലപ്പോ തേപ്പ് വാങ്ങും. ഇത് ഞാൻ പണ്ട് കൊറേ പറഞ്ഞു കിടന്നതാ, പിന്നെ പറഞ്ഞ കിട്ടി. പ്രിയ രാഘവ വന്ദനം ഭവാനുയരുന്നു ഭുജജാക വിട്ട് ഞാൻ ഭയമറ്റ് മറന്നു പോയിടാം സ്വയം ഉദ്യോഗിരാശ്രയം വിന. അണ്ണോ, എടാ പിള്ളേരെ, പെൺപിള്ളേരുടെ ബ്രാക്ക് മേടിച്ച് കെട്ടരുത്. ഓ, അത് ഞാൻ തിരിച്ചും പ്രാപിക്കോളാം. ഈ പെണ്ണുങ്ങള് എല്ലാം പൊറുക്കും, എന്നാ ഒന്നും മറക്കുകയില്ല. നമ്മൾ ആണുങ്ങള് ഒന്നും പൊറുക്കുകയില്ല, പക്ഷെ ഈ നാളുകളെല്ലാം മറക്കും. അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. നിങ്ങളുടെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോ അത് മുഴുവൻ വലിച്ചു വരുത്തോ? ഓ, ഇതുവരെ കമ്മടിച്ചു വെച്ചാ നമ്മൾ എത്ര കള്ളാണ് ഫസ്റ്റ്. അത് വിടാൻ എണ്ണം കാര്യം പറ. എടാ കാര്യം എന്ന് പറയാ, കാര്യം സെറ്റല്ലേ? നിങ്ങൾ പോയി കിടന്നോ? അയ്യോ മക്കള് കിടക്കല്ലേ, നിങ്ങൾ പോയി കുളിച്ചോ. നമുക്ക് 4 മണിക്ക് ഇറങ്ങണം. കാവ്യമാധവ് 4:30 കല്യാണക്കാവലെ എത്തും. അണ്ണ
നാളെ അപ്പൊ എന്റെ കല്യാണമാണല്ലേ. അയ്യോ എടാ, ഇത് ലീഗൽ ഫോർമാലിറ്റീസ്. ഇത് കഴിഞ്ഞ് നമ്മൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഗംഭീരമായിട്ട് നടത്തുകയല്ലേ. വിജി വെറ്റ്സ് കാവ്യ. വിജി അല്ല അജി. ആ അജി, അജി വെറ്റ്സ് കാവ്യ. ഓ ഞാൻ തന്നെ പേര് വിട്ടു. പൊക്കോ പൊക്കോടാ. അപ്പൊ എണ്ണ വരുന്നില്ലേ? ഇല്ല പൊക്കോ, എനിക്ക് കുറച്ച് തിങ്ക് ചെയ്യാനുണ്ട്. 4 മണിക്ക് ആണല്ലേ? ആ അല്ല പെട്ടെന്ന് ജിക്കുട്ടാ, നമുക്ക് ഒരുമിച്ച് കിടക്കാൻ ഇത് ഇവിടെ. പറ്റും. ഞാൻ കുറെ പ്രാർത്ഥിച്ചതാ. ആ രാമൻ. ഓ ഇല്ലടാ രാമ, എടാ എന്റെ വീട്ടിലോട്ടൊരു മകളോടെ വരാൻ പോവല്ലേ, അതിന്റെ ഒരു സന്തോഷം. നീ വെച്ചിട്ട് പോയി കിടന്നോ. ശ്രീരാമ ഇന്ന് ഞാൻ ഉയരും ഭുജശാഖ വിട്ട് ഞാൻ കുളിച്ചാലോ? കുളിക്കാം.